ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇതേ കോൾ ഹിമോജി എന്ന് പറഞ്ഞിടത്തിൻ്റെ US ബുക്കിംഗ് ഓപ്പൺ ആകാൻ പോവാണ് ഓഗസ്റ്റ് 29. അപ്പോൾ അറിയിച്ചുകൊണ്ട് രണ്ട് ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. രണ്ടേ സ്ക്രീനിൽ എടുക്കാം. പ്രത്യേക സിനിമാസാണ് അവിടെ പടം റിലീസ് എത്തിക്കുന്നത്. പിന്നെ മെയിൻ പ്യാർ ചെയ്യാന്ന് പറഞ്ഞിടത്തിലത്തെ ജൂൺ പോയ ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കപ്പിൾ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ നാലോ നേനു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് 25 എന്ന് വെച്ചാൽ നാളെ 5:10 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ 666 ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് ധനഞ്ജയുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബ്യൂട്ടി എന്ന് പറഞ്ഞിടത്തിന് ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 19 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ജട്ടത്താര എന്ന് പറഞ്ഞിടത്തിലത്തെ ദിവ്യ കോസ്ല എന്ന് പറഞ്ഞ ആളുടെ പേര് സിത്താര എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞിടത്തിൻ്റെ ആൽബം അതിപ്പോൾ സ്പോട്ടിഫൈയിലൊക്കെ നമ്പർ 1 ആയിട്ടുണ്ട് ഇന്ത്യയിൽ. എന്തായാലും ഗംഭീര സോങ്സ് തന്നെ ആയിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ മിറ എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തേജസ്സയുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതേമാതിരി ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പീപ്പിൾ മീഡിയ ഫാക്ടറിയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേജസ്സജിനെ വെച്ചിട്ട് പീപ്പിൾ മീഡിയ ഫാക്ടറി അടുത്തായിട്ടൊരു പടം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ പടം 2027 റിലീസാകാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കെവിൻ പ്രൊഡക്ഷൻസ് എടുക്കുന്ന ഹൈവ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയദർശനാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. അതുമാതിരി അക്ഷയ് കുമാറും സൈഫ് അലി ഖാനൊക്കെയാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. എന്തായാലും കുറച്ച് സ്റ്റിൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബൾട്ടി എന്ന് പറഞ്ഞിടത്തിലത്തെ ജാലക്കാരി എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. അത് ഓഗസ്റ്റ് 24 വരെ അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അന്ന് ടൈമൊന്നും അറിയിച്ചിട്ടില്ല. എന്തായാലും സായബ് ബെൻകറാണ് മ്യൂസിക് എന്ന് നല്ല പാട്ടമെന്ന് വിചാരിക്കാം. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്. ഓഗസ്റ്റ് 29 റിലീസ് എന്നുള്ള അറിയിച്ചുകൊണ്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാൽ UK-യിലും യൂറോപ്പിലും ഓഗസ്റ്റ് 28 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ UK-ത്തെയും അയർലൻഡത്തെയും നോർത്തേൺ അയർലൻഡത്തൊക്കെ തിയേറ്ററിൽ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൻ്റെ ഡെൻസ് നോക്കി ഈ 25 മുതൽ സ്റ്റാർട്ട് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ നാളെ മുതൽ എന്തായാലും നോക്കി എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നുള്ളത്. അതേമാതിരി പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്. ഓഗസ്റ്റ് 28 റിലീസാകുന്നുള്ള അറിയിച്ചുകൊണ്ട്. അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. പിന്നെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് അടുത്ത പ്രൊഡക്ഷനിൽ വരുന്ന പടം കാട്ടാളം എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിന് പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ എടുക്കാം. പെപ്പ അഭിനയിക്കുന്ന പടമാണ്. എന്തായാലും മാർക്കൊക്കെ ശേഷം വരുന്ന പടമാണ്. ഇതിലും ജഗദീഷ് ഉണ്ട്. അപ്പോൾ സ്റ്റിൽസിലും ഉണ്ട് ആൾ, അതുകൊണ്ട് പറഞ്ഞു മാത്രം. പിന്നെ നോബഡി എന്ന് പറഞ്ഞിട്ട് നിസാം ബഷീർ എടുക്കുന്ന പടം പൃഥ്വിരാജിൻ്റെ പടമാണ്. എന്തായാലും ഈ പടത്തിൻ്റെ പേര് നോബഡി എന്നുള്ളതല്ല, നോബഡി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഒരു പോസ്റ്റർ ഉണ്ട് ഒഫീഷ്യലായിട്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഒരു ബാങ്ക് ഹൈസ്റ്റ് രീതിയിലുള്ള പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പോസ്റ്റർ നല്ല പോസ്റ്റർ ആയിരുന്നു തോന്നിയത്. പിന്നെ ചത്ത പച്ച എന്ന് പറഞ്ഞതിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ട്. അർജുൻ അശോകൻ, ആളുടെ പേര് സേവിയോ എന്നല്ല, ലോബോ എന്നുള്ളതാണ് ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ട്. നല്ല പോസ്റ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ മദ്രാസി എന്ന് പറഞ്ഞിടത്തിൽ സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. വഴിയിരൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് എന്താണ് നടക്കുന്നത് ടൈം അറിയിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ട് പുതിയത്, അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബാഗി 4 എന്ന് പറഞ്ഞിടത്തിൻ്റെ ട്രെയിലർ വരാൻ പോവാണ്. അത് ഓഗസ്റ്റ് 30 അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ടീച്ചർ ഒരു കുഴപ്പമില്ലാത്ത ടീച്ചറായിരുന്നു. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ട്രെയിലർ ഞാൻ ഉണ്ടാവുന്നുള്ളത് നോക്കി നോക്കാം. പിന്നെ ആസിഫലിൻ്റെ ടിക്കറ്റ് ആക്കാൻ നടത്തിൻ്റെ ഷൂട്ട് ഇപ്പോൾ പാലക്കാട് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് ഉണ്ട് ഷൂട്ടിലൊക്കെ. എന്തായാലും ഈ ഷൂട്ട് ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് തീരും. അത് കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂൾ കോയമ്പത്തൂരാണ് തുടങ്ങാൻ പോകുന്നത്. എന്തായാലും ഗംഭീര പടമായി വരട്ടെ. പിന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞിടത്തിൻ്റെ 5 days to go പോസ്റ്റർ ഉണ്ട്. പിന്നെ പടം USA-ലും കാനഡയിലും റിലീസിനെത്തിക്കുന്ന ഫണ്ണേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ UK-ൽ റിലീസിനെത്തിക്കുന്ന മാജിക് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ യൂറോപ്പിൽ റിലീസിനെത്തിക്കുന്ന ലോക എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. പിന്നെ ഓസ്ട്രേലിയൻത്തെയും ന്യൂസിലാൻഡത്തെയും അവിടെ വണ്ടർലെസ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ് ഇറക്കുന്നത്. പിന്നെ UAE-ലും GCC-ലും FR ഫിലിംസ് തന്നെയാണ്. എന്തായാലും ഈ പടത്തിൻ്റെ ട്രെയിലർ വരാൻ പോവാണ് ഇന്ന്. എന്തായാലും ലോഞ്ച് ഇവൻ്റ് ഉണ്ടാവും. ടൈമും കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ അടുത്തായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് വേറെ പോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ ഫ്രീ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.